ഇറാനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്നാൽ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ മരണസംഖ്യ മാത്രമല്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത യു ടേൺ കൂടിയാണ്. സഹായം വഴിയെ വരുന്നുണ്ട്, ഇറങ്ങി പൊരുതിക്കോ എന്ന് പറഞ്ഞ് ഇറാനിയൻ ജനതയെ തെരുവിലിറക്കി ഒടുവിൽ വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് അവരെ തനിച്ചാക്കി ട്രംപ് പിൻവാങ്ങിയോ? ഇറാനിലെ പ്രക്ഷോഭകർ ചോദിക്കുന്നത് ഇതാണ്: ട്രംപ് ഞങ്ങളെ ചതിക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 28-നാണ് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത്. ആഭ്യന്തര അസ്വസ്ഥതകൾക്കും സാമ്പത്തിക പ്രതിസന്ധിക്കുമെതിരെ തുടങ്ങിയ സമരം പെട്ടെന്നാണ് ആളിക്കത്തിയത്. ഇതിന് പ്രധാന കാരണമായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ തന്നെയായിരുന്നു. പ്രക്ഷോഭകർക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെ ഇറാൻ സർക്കാർ അക്രമം അഴിച്ചുവിട്ടാൽ അമേരിക്ക നോക്കി നിൽക്കില്ല എന്നുമൊക്കെ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, അത്തരത്തിൽ തട്ടിവിട്ടിരുന്നു. ഈ വാക്കുകൾ ഇറാനിയൻ ജനതയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. അമേരിക്കൻ സൈനിക സഹായം വരെ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി പേരാണ് തെരുവിലിറങ്ങിയത്. US സൈന്യം മേഖലയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ജീവനക്കാരെ മാറ്റിയത് വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് പ്രക്ഷോഭകർക്കിടയിൽ. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ട്രംപിന്റെ സ്വരം മാറി. ഇറാനിയൻ ഭരണകൂടം കൊലപാതകങ്ങൾ നിർത്താമെന്ന് ഉറപ്പ് നൽകിയെന്നും അതിനാൽ അമേരിക്ക സൈനികമായി ഇടപെടില്ല എന്നും ട്രംപ് നിലപാട് മാറ്റി. ഇതോടെ അമേരിക്കയെ വിശ്വസിച്ച് തെരുവിലിറങ്ങിയവർ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായി. പ്രതിഷേധം ശക്തമായതോടെ ഇറാൻ ഭരണകൂടം ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഇന്റർനെറ്റും വാർത്താവിനിമയ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് സുരക്ഷാ സേന നഗരങ്ങളിൽ അഴിഞ്ഞാടുകയാണ്. സ്നൈപ്പർ റൈഫിളുകളും ഓട്ടോമാറ്റിക് ആയുധങ്ങളും ഉപയോഗിച്ചാണ് സ്വന്തം പൗരന്മാരായിട്ടുള്ള പ്രക്ഷോഭകരെ ഇറാൻ നേരിടുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം കുറഞ്ഞത് 3308 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ 15000 കടന്നതായിട്ടാണ് ടെഹ്റാനിലെ ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാണാതായവരുടെ എണ്ണത്തിന് കണക്കില്ല. ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതോടെ പുറം ലോകം അറിയാത്ത ഒരു വലിയ മനുഷ്യക്കുരുതിയാണ് അവിടെ നടന്നത്. സഹായം വരുന്നു എന്ന ട്രംപിന്റെ വാക്ക് വിശ്വസിച്ച് തെരുവിലിറങ്ങിയവരാണ് ഇതിൽ ഭൂരിഭാഗവും. ഈ മരണങ്ങൾക്ക് ഉത്തരവാദി ട്രംപ് കൂടിയാണെന്നാണ് ഇറാനിലെ പ്രക്ഷോഭകർ ഇപ്പോൾ ആരോപിക്കുന്നത്. സാഹചര്യം അതീവ ഗുരുതരമായതോടെ പ്രവാസിയായിട്ടുള്ള ഇറാനിയൻ കിരീടാവകാശി റസ പഹ്ലവി ട്രംപിന് അടിയന്തര സന്ദേശം അയച്ചിരുന്നു. ജനങ്ങളെ സഹായിക്കാൻ ഇടപെടൂ, സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന്. 2026 ജനുവരി 9 അദ്ദേഹം ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചത് ഇത്തരത്തിലാണ്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായില്ല. അതേസമയം രാജ്യത്ത് ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്നെ പരസ്യമായി സമ്മതിക്കുകയും ചെയ്യുന്നു. ഇത് അപൂർവമായിട്ടുള്ളൊരു കുറ്റസമ്മതമാണ്. ഒരുപക്ഷെ ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ വേണ്ടി സമ്മതിക്കുന്നതുമായിരിക്കാം. സാമ്പത്തിക പ്രയാസങ്ങളാണ് ജനങ്ങളെ തെരുവിലിറക്കിയെന്ന് അദ്ദേഹം പറയുമ്പോഴും ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ തകർന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ്. അമേരിക്ക തടഞ്ഞിരിക്കുന്നു എന്ന ട്രംപിന്റെ അവകാശവാദവും വെറും രാഷ്ട്രീയ നാടകമായിരുന്നുവെന്ന് ഇറാനിയൻ ഭരണകൂടവുമായി അമേരിക്ക ഒത്തുകളിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള ഇപ്പോൾ അത്തരത്തിൽ ഉയരുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്. ചുരുക്കത്തിൽ പ്രതീക്ഷ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ഒടുവിൽ ആവശ്യം വന്നപ്പോൾ കൈയൊഴുകുകയും ചെയ്ത ട്രംപിന്റെ നടപടി ഇറാനിയൻ ജനതയിൽ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്കിത് കേവലം ഒരു രാഷ്ട്രീയ പരാജയമല്ല, മറിച്ച് ചോരയിൽ മുക്കിയ വഞ്ചന തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.